വിവാദങ്ങൾക്കിടയിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ AKG സെന്ററിൽ എത്തിയിരിക്കുകയാണ് രവി DC. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്താനാണ് AKG സെന്ററിൽ എത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. DC തന്നെ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന് ക്ഷണിക്കാനാണ് രവി DC എത്തിയതെന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. നേരത്തെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിഷയത്തിൽ DC-ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ EP ജയരാജന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് DC രവി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സന്ദർശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും അവർ ചർച്ച ചെയ്യാനുള്ള ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ വിഷയത്തിൽ DC-യുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം, DC ബുക്സിന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം MP ഗോവിന്ദനെ അറിയിക്കുക എന്ന് തന്നെയായിരിക്കും നമ്മൾ കരുതേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ AKG സെന്ററിൽ എത്തേണ്ടതും അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തേണ്ടതുമായ കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ വക്കീൽ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ അയച്ചുകൊണ്ട് EP ജയരാജൻ പ്രതിരോധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലും ഈ DC ബുക്സിന്റെ ഒരു വിശദീകരണം അത് നൽകാനാണ് അവർ AKG സെന്ററിലേക്ക് എത്തിയത് എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും ആത്മകഥ ഇനിയും എഴുതി പൂർത്തിയാക്കിയിട്ടില്ലെന്നും അച്ചടിക്കാനോ പ്രസിദ്ധീകരിക്കാനോ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നുമായിരുന്നു നേരത്തെ EP ജയരാജൻ ഒരു പരാതി DGPക്ക് നൽകിയിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് മാധ്യമങ്ങൾ വഴി പുറത്തു വന്നത് തെറ്റായ കാര്യങ്ങളാണ്, ആത്മകഥയുടെ പേരോ കവറോ പേജോ പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ഒരു പരാതിയാണ് EP ജയരാജൻ നൽകിയിരുന്നത്. DC ബുക്സിന് ഞാൻ ആത്മകഥ പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടില്ലെന്നും പ്രസിദ്ധീകരണത്തിന് DC ബുക്സ് ചോദിച്ചിട്ടുണ്ട്, മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയിലെ ശശിയും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്, ആദ്യ പുസ്തകം എഴുതി കഴിയട്ടെ എന്നാണ് അവർക്ക് മറുപടി നൽകിയത്. അതിനിടയിലാണ് DC ബുക്സ് ഇത്തരത്തിൽ ചില പേജുകൾ, EP ജയരാജന്റെ ആത്മകഥയിലെ പേജുകൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴി പുറത്തുവിടുകയും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് EP ജയരാജൻ എന്ന് പറഞ്ഞത്. എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചത്, എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത്, അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു ആത്മകഥ വിവാദത്തിൽ പിന്നാലെ EP ജയരാജൻ മാധ്യമങ്ങളോട് പോലും പ്രതികരിച്ചത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ DC ബുക്സ് EP ജയരാജന്റെ ആത്മകഥയുടെ എന്ന പേരിൽ കവർ ചിത്രം നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പുസ്തകത്തിലെ പേജുകൾ എന്ന നിലയിൽ CPM-നെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളുള്ള ഭാഗങ്ങൾ പുറത്തുവിട്ടിരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെയായിരുന്നു ഇത്തരത്തിൽ ആത്മകഥയിലെന്ന പേരിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പിന്നാലെ ആത്മകഥ നിഷേധിച്ച് EP ജയരാജൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തെ പൂർണ്ണമായി നിഷേധിച്ച EP ജയരാജൻ തന്റെ ആത്മകഥയിലേത് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പുറത്തു വരുന്നത് വ്യാജ വാർത്തകളാണെന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. നേരത്തെ ഈ പുസ്തക വിഭാഗത്തിൽ DC ബുക്സിൽ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. പബ്ലിക്കേഷൻസിന്റെ വിഭാഗം മേധാവി ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തായിരുന്നു നടപടി എടുത്തിരുന്നത്. DC രവിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്തയിൽ വിശദീകരണവുമായി നേരത്തെ DC ബുക്സ് തന്നെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പുസ്തക വിഭാഗത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നൽകിയ പരാതിയിലായിരുന്നു രവി DCയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നത്. അത് പിന്നാലെയാണ് അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടായിരുന്നത്. കോട്ടയം DYSPയുടെ ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയിരുന്നത് DC. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്താണ് DC ബുക്സിന് പറയാനുള്ളത്, തനിക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം പറയാനായിരിക്കും ഇന്ന് AKG സെന്ററിലേക്ക് DCയുടെ മുതലാളി തന്നെ എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും EP ജയരാജന്റെ മൊഴിയെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നതിനൊപ്പം തന്നെ AKG സെന്ററിൽ എത്തിയിരിക്കുന്ന DCയുടെ അതിന്റെ ഉടമയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കുക എന്ന് തന്നെയാണ്. എന്തായാലും EP ജയരാജന്റെ ആ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും കത്തി തുടങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് DC ബുക്സിന്റെ ഉടമയുടെ ഈ AKG സെന്റർ സന്ദർശനം എന്ന് വേണം വിലയിരുത്താൻ.